ഇതൊരു യുണീക്ക് ടെക്നിക്കാണ്. പണ്ട് കാലത്ത് ഗുരുക്കന്മാർ ഈ സംവിധാനം ഉണ്ടായിരുന്നു, യാജ്ഞവൽക്കന്റെ കാലത്തൊക്കെ. പിന്നീട് വന്ന തലമുറകൾ സ്വയം ആർജിച്ച് ഈ ലെവലിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ ഈ മെഡിറ്റേഷൻ ടെക്നിക്കൊക്കെ മറന്നുപോയി. എനിക്കിങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. പഠിച്ചത് ഞാൻ വർഷങ്ങളോളം തപസ് ചെയ്ത് തന്നെ നേടിയെടുത്തു. എവിടെ പോയി തപസ് ചെയ്തു? എന്റെ ജോലിക്ക് ഇടയിൽ സമയം കിട്ടുമ്പോ ഞാൻ തന്നെ ഹിമാലയത്തിലൊക്കെ പോകും. അങ്ങനെ എന്തെങ്കിലും ഹിമാലയത്തിൽ പോയിട്ടുണ്ട്. 4 വർഷം ഇന്ത്യ മുഴുവൻ കറങ്ങി. അല്ല, ഇങ്ങനെ ഒരു ആൾക്കാരെ അങ്ങ് പഠിച്ച ഓക്കെ, ഈ മെഡിറ്റേഷൻ മറ്റുള്ള ജനങ്ങളിലേക്ക് പകരണം എന്ന് അങ്ങേക്ക് തോന്നാൻ കാര്യം എന്താ? കൊറോണ ടൈമിൽ കുറെ ആളുകൾ എന്നെ സമീപിക്കാൻ തുടങ്ങി. എന്റെ കുറച്ച് ഡോക്ടർ ഫ്രണ്ട്സ് ഉണ്ട് കോഴിക്കോട് സൈഡിലുള്ള. അവരാണ് എന്റെ അടുത്തേക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പൊ അവര് പറഞ്ഞു, നമ്മുടെ കുറച്ച് പേഷ്യൻസ് ഉണ്ട്, ഭയങ്കര ടെൻഷനും ആങ്സൈറ്റി ഒക്കെയാണ്, നോക്കാൻ പറ്റും. പ്രധാനമായിട്ടും അങ്ങ് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ ഉത്കണ്ഠ, പരിഭ്രാന്തി, ടെൻഷൻ ഇല്ല, അങ്ങനെയല്ല. സിസ്റ്റമാറ്റിക് ലൈഫിലേക്ക് ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. മദ്യപാനം നിർത്തി കളയാം, അല്ലെങ്കിൽ ലൈഫിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാം. മെയിൻ ആയിട്ട് പറഞ്ഞ മാനസികം, ശാരീരികം, സാമ്പത്തികം, ദാമ്പത്യമുണ്ട്. ഡെഫിനറ്റ്ലി എല്ലാം വളരെ. ദാമ്പത്യം എങ്ങനെ നേരെയാക്കുന്നത്? തനിയെ ആയിക്കോളും, നമ്മളൊന്നും കഷ്ടപ്പെടണ്ട. അത് ശരി. അപ്പൊ എന്റെ ഭാഗത്താനും നിങ്ങൾ ഇതിൽ നിന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അല്ല, ഈ ഇവര് രണ്ടുപേരും പറഞ്ഞത് തമ്മിൽ തന്നെ പൊരുത്തപ്പെടുന്നില്ല. സ്വാമി പറഞ്ഞത് ക്യാൻസർ വരെ ചികിത്സ മാറ്റുമെന്നാ പറഞ്ഞത്. അല്ല, അങ്ങനെയുള്ള ടീച്ചർ പറഞ്ഞു എനിക്ക് ഒരു അസുഖവും ഇല്ലായിരുന്നു, ഞാൻ ചുമ്മാ പോയി കസേര താഴെ വീണു എന്നുള്ള ആകെ ഒരു മെച്ചം കിട്ടിയത്. ഇത്രയും ശുദ്ധ താഴെ വീണതല്ല, പക്ഷെ അതിന് അവർക്ക് സൂം അല്ല സാറേ, അതിന് യൂട്യൂബ് വേണ്ടി വന്നു. സൂം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധുനിക ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പൊട്ടത്തരങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തില് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നടക്കും, വേറെ രാജ്യത്തും ഇവിടെ നടക്കുന്നില്ല. ക്യാൻസർ വരെ SMS എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്നെ നേരിട്ട് പൊട്ടറെന്ന് വിളിക്കുന്നതിന് പകരം അതല്ല, ആസ്ട്രൽ ട്രീറ്റ്മെന്റ് പുതിയ കേൾക്കാം. നമ്മൾ ആയുർവേദം കേട്ടിട്ടുണ്ട്, മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതി കേട്ടിട്ടുണ്ട്, യുനാനി, അങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ട്. ആസ്ട്രൽ മെഡിസിൻ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് പുതിയ ഒരെണ്ണം ഞാൻ തന്നെ കണ്ടുപിടിച്ചു, തപസിരുന്ന് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇത് പണ്ടൊക്കെ പറയാം. ഇന്ന് ജീവിതത്തില് ഞാൻ തപസിരുന്നത് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അഡ്വക്കേറ്റ് സാറേ, തെളിവില്ലാത്ത ഒരു കാര്യം അഡ്വക്കേറ്റ് പറയരുത്. നിങ്ങൾക്ക് എന്ത് രോഗം വരുന്നുണ്ട് സാർ? 1 മിനിറ്റ് സാർ, ഇത് പറഞ്ഞിട്ടേ, ഒരു രോഗം ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ രോഗം ഉണ്ടായിരുന്ന സമയത്ത് തെളിവുകൾ വേണം. ദാറ്റ് മീൻസ് ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ നടത്തിയിട്ട് ട്രീറ്റ്മെന്റ് നടത്തി ഇന്ന രോഗം ഇയാൾക്കുണ്ടെന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് ഇത്രയും ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ രോഗം ഇല്ല എന്ന് പറയണം. അല്ല, ചുമ്മാ വന്നിരുന്ന് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു മാറി എന്ന് പറഞ്ഞാൽ എന്ത് യാഥാർത്ഥ്യമുള്ളത്? അപ്പൊ അങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.